നമ്മളെ പാപ്പ ഒരായി പോലും ഹായ് 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 മൂപ്പര നമ്മളെ ഉള്ളിൽ കൊണ്ടുപോകട്ടെ. മൂപ്പര വീടിനപ്പം വീടിന്റെ ഉള്ളിലത്തെ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടുവെക്കാം. നല്ല മനുഷ്യനാണ് കേട്ടോ. ഒരുപാട് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞു കഥയൊക്കെ പറഞ്ഞു മൂപ്പര്. ആക്ച്വലി വീട് ലക്ഷ്യമാക്കി പോകുന്നു. കൂടിയിലാണ് കേട്ടോ തോന്നുന്നത് കണ്ടിട്ട് ആ ഒരു സെറ്റ്. മക്കൾ ഇത് പറഞ്ഞാലേ നമ്മളെ പുല്ല് കട്ട് ചെയ്യണ സാധനം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ കണ്ടില്ലേ, ഇത് നമ്മളെ പാപ്പ ഒരായി പോലും ഹായ് 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 ഹായ്. नाम क्या है? भाना सिंह मराबी. मराबी. अच्छा बढ़िया. क्या काम है? क्या काम? किसानी नांगल जोताई. കിസാൻ. ഓ കർഷകനാണെന്നട്ടോ പറഞ്ഞേ മൂപ്പര്. ഇവര് ജോലി കർഷകനാണ്. ഇതുണ്ടോ ഇവരൊക്കെ മെയിൻ പറഞ്ഞാല് ഇതാ പോത്ത്, എരുമ വളർത്തുക, പശു വളർത്തുക അതൊക്കെയാണ്. അവിടെ പോയപ്പോ എന്താ വെച്ചാൽ ഒരു പൈസ വയ്ക്കാം, ഫോട്ടോ ഒക്കെ വെച്ച് വീഡിയോക്കൊക്കെ പൈസ വയ്ക്കുന്നുണ്ട്. വെറുതെ തമാശക്ക് ഇവിടുത്തെ വില്ലേജ് കാഴ്ചകളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഭയങ്കര സ്നേഹമുള്ളവരല്ലേ. ഇങ്ങനെ വന്നിരുന്നിടത്താണ്ട് ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒരുപാട് പഴയ കഥകൾ പറഞ്ഞല്ലേ നമുക്ക്. പണ്ടത്തെ കൾച്ചർ, പണ്ടത്തെ കൃഷി രീതി അതാ പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു പൈസ വയ്ക്കണ്ട നമ്മളോട്. പൈസ വെച്ചാണ്ട് ഇങ്ങനെ നമ്മളെ കളിയാക്കുന്നുണ്ട്. ഇവർക്ക് വീഡിയോ എടുത്താൽ പൈസ കൊടുക്കണം. 500 രൂപ കൊടുക്കണമല്ലോ. എന്നിട്ടിപ്പോ ഇങ്ങനെ രണ്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് 500 അല്ല. भाई लंबा से आई नहीं बेचारा यहाँ स्कूल में रोज रोज का खर्चा करना पड़ता है. वो से काम मांगी. आपका वाइफ हाय शादी हो गया? अरे मैं बुढ़ा हो गया था, शादी खत्म हो. लड़का है तुम्हारे जैसे है, या तुम्हारे बराबर के लड़का है. എന്റെ പ്രായത്തിൽ बगल में तो है. अच्छा ठीक है. बड़े लड़का और छोट कितना लड़की लड़का है आप? 5 लड़की 2 लड़का. ओ बढ़िया. 7. അപ്പോ മൂപ്പർക്ക് 7 മക്കളുണ്ടെന്നാണ് പറഞ്ഞത്. അതില് 5 പെൺമക്കളും 2 ആൺകുട്ടികളുണ്ട് പറഞ്ഞ്. മൂപ്പര് ചെറുപ്പകാലത്ത് തന്നെ ഇതേമാതിരി നമ്മളെ പ്രായത്തിൽ തന്നെ കെട്ടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് മൂപ്പര് ജോലി അറിഞ്ഞാൽ ഇതേമാതിരി കൃഷിയും അതേപോലെ തന്നെ പശു വളർത്തല്. മൂപ്പര് മലയാളം പറഞ്ഞിട്ട് മൂപ്പർക്ക് മനസ്സിലാവും ഏതാ ഭാഷ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതാ ഭാഷ? നമ്മള് മലയാളം ലാംഗ്വേജ്. മലയാളം. कौन भाषा बोलता पता ही नहीं. നമ്മളെ ഭാഷ അറിയില്ല. हम हिंदी भाषा हिंदी हमारा थोड़ा आती है. हमारे यहाँ हिंदी. हमारे मध्य प्रदेश में हिंदी से. ऑल हिंदी से. केरला से ऑल मलयालम लैंग्वेज. हमें हमारे स्टडी थोड़ा हिंदी बोला. മലയാള നാളത്തെ എന്നെ കളിയാക്കി. हमारी भाषा तुम समझ जाता, तुम्हारी भाषा हम नहीं समझ. നമ്മളെ ഇവിടെ വന്നിട്ട് ഹിന്ദി പഠിച്ചില്ല നമ്മളെ കളിയാക്കുന്നുണ്ട് കേട്ടോ. 2 വർഷമായാലും ഇവിടെ. എന്നാലും കുറച്ചൊക്കെ ഒപ്പിക്കാൾ ഹിന്ദിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് ഒപ്പിക്കാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. ചെറുക്കിട്ട് കേട്ടോ നമ്മള് ഭാഷ കേട്ടിട്ട് ചെറുക്കാൻ മുതലാണ്ട്. മൂപ്പര നമ്മളെ ഉള്ളിൽ കൊണ്ടുപോകട്ടെ. മൂപ്പര വീടിനപ്പം വീടിന്റെ ഉള്ളിലത്തെ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടുവെക്കാം. എന്താണുള്ളത്. ോ വീടിന്റെ ഉള്ളിൽ നോക്കി നിങ്ങള്. ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, നമ്മളെ നാടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഓരോ അടിപൊളി കാഴ്ച. നമ്മളെ നാട് പറഞ്ഞപ്പോ എന്താ ഫുള്ള് വാർപ്പുകാരാണ്. ഈ വീടൊക്കെ നമ്മളെ നാട്ടിലൂടെ കിട്ടാറ് ഈ ഒരു സൗന്ദര്യം. എന്താ ഫുള്ള് ചാണകം തേച്ചാണ്ട് നടുമുറ്റം, നടുവിലൊരു മുറ്റം, ഇവിടുന്ന് ഓരോ റൂമുകളായിട്ടാ. 1800-കളില് 1900-ൽ പോയ ഒരു വൈബ് നമുക്ക് ഈ ഒരു IGNTU യൂണിവേഴ്സിറ്റി വന്നാല് നമുക്ക് കിട്ടും. ഇതൊക്കെ ഇവിടെ കിട്ടുള്ളൂ, വേറെ ഒന്നും നമുക്ക് കിട്ടില്ല. ഈ ഒരു വില്ലേജ് ലൈഫും ഇവിടുത്തെ ഈ ട്രൈബൽസിന്റെ കഥകളും ഇതൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ ഒരു 2 വർഷമാണെങ്കിൽ, ഇനി ഡിഗ്രി വരുന്നവർക്ക് 3 വർഷമാണെങ്കിൽ കഴിച്ചു കൂടട്ടോ അവിടെ. ചേട്ടാ വീടിൻ്റെ അവസ്ഥ ഫുള്ള് വൈക്കോലാണ്. പശുവിനെ വളർത്തുന്നതുകൊണ്ട് വൈക്കോൽ ഉള്ളിൽ നിറച്ചിട്ടാണ് ഈ റൂമിൽ
ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ അതിനുള്ളിൽ. നമുക്ക് കണ്ടാൽ ഈ വീട് കണ്ടാൽ ഇത് കണ്ടാൽ ആകെ 1-2 റൂമുള്ളത് വിചാരിക്കും. പക്ഷെ ഇതിനുള്ളിലായിട്ട് ഒരുപാട് റൂമുകളുണ്ട്. ഇതോ റൂമാണ്, ഇതേ റൂമാണ്, ഇതേ റൂം. ഇനി ഇതിനുള്ളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും റൂംസുകൾ. पता नहीं है मैदान में निकल लड़का है एक लड़का ऐसा वाला कर रहे हैं ना केरला से नहीं बहुत जगह टक्कर എന്താ പറയണടാ? ഇവരൊക്കെ ഞങ്ങളതൊക്കെ തട്ടിക്കൂട്ടി പെരയാണ്. നിങ്ങളോടൊക്കെ നല്ല അടിപൊളി അടിപൊളി പെരകളല്ലേ. ലുക്ക് മാത്രം ശരിക്കും പറഞ്ഞാല് നമ്മളെ നാട്ടില് പറഞ്ഞാല് വലിയ വലിയ വിലകൾ ഉണ്ടാക്കിയിട്ടാ. പക്ഷെ ഇങ്ങനത്തെ വീടുകളൊക്കെ നിന്ന് ആ കിട്ടുന്ന എക്സ്പീരിയൻസ് ഒന്നും നമ്മുടെ നാട്ടിൽ ഓട് കിട്ടില്ലേ? ഏകദേശം എവിടെ കിട്ടാനാ? നമ്മുടെ നാട്ടിൽ നിന്ന് എന്താണ് ഇന്ന് വീടെടുക്കാൻ ആൾക്കാർ മത്സരിക്കുക വലിയ വലിയ വീടെടുക്കാൻ. പക്ഷെ ഇങ്ങനത്തെ വീട് നോക്കി നിങ്ങള് ഏതാ സീര്. ഇവിടെയൊക്കെ ജീവിച്ച് ഈ ഒരു തണുപ്പും ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ജീവിക്കാണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ജീവിക്കാൻ തോന്നും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈഫും ഇവരൊക്കെ ജീവിത രീതിയൊക്കെ കാണുമ്പോൾ ഇവിടെ കഴിച്ചു കൂടാറ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ എന്താ ഉള്ളത്? സിറ്റി ലൈഫ്, ഫുള്ള് സിറ്റി. हमारे यहाँ सब टूटे ചെറുക്കണ്ടാ അമ്മച്ചി എന്താ പറയട്, എന്താ ആക്കട വര്. 20 साल हो गए 20 साल अरे केरला से हो, यूनिवर्सिटी में पढ़ता है केरल से बड़ा बड़ा घर में, इधर में छोटा छोटा. वेरी नाइस, वेरी ब्यूटीफुल, अच्छा घर है. वेरी क्वालिटी, अच्छा क्वालिटी. പുള്ളി ചാണകം തേച്ച് കണ്ടാട്ട് അധികം ഉണ്ടാക്കിയത്. ചാണകമാണ് മെയിൻ വലുത്. ചാണകവും മണ്ണൊക്കെ തേച്ച് കണ്ടാണ് വീടുകൾ ചുമരുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. हम तो बीच में हाँ इधर से भोपाल बीच में है हाँ? भोपाल इधर से മൂപ്പര് കേരളം എവിടാന്ന് ചോദിക്കുന്നുണ്ട്. കേരളത്തിന്റെ അപ്പൊ മാപ്പൊക്കെ എടുത്ത് തിരിച്ചാൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിന്റെ സ്ഥലമൊക്കെ 2 ദിവസം മുടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ 2 ദിവസമാണ് കേരളത്തിക്ക്, എന്തായാലും 2 ദിവസം മുടിക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം മൂപ്പർക്ക്. ഇപ്പർക്ക് മാപ്പ് ഒന്നും വേണം. മൂപ്പര് കേരളം ഇവിടെയാണ്, പാകിസ്ഥാൻ അവിടെയാണ്. അതൊക്കെ അറിയാം. ഒരു മേന്നുള്ള രായ്പൂർ അവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കഥ അറിഞ്ഞിരിക്കാൻ. അതുപോലെ തന്നെ ഇവർക്ക് നല്ല സ്നേഹമായിട്ടാണ് മനുഷ്യന്മാർക്ക്. കാരണം കേരളക്കാരെ പറഞ്ഞ അത്ഭുതമാണ്. നമ്മളോരോ കഥകളും ഒക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ കഥകൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ എന്താ അടിപൊളി. നമ്മളിങ്ങനെ വന്ന ആൾക്കാരോട് ഇങ്ങനെ ഇവരെ ചരിത്രങ്ങള്, ഇവരെ കഥകള്, നമുക്ക് ഹിന്ദി കുറച്ച് അറിയുള്ളെങ്കിലും കുറെ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. പരടൊക്കെ ഇവർക്ക് ഒരുപാട് നമ്മളോട് പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വില്ലേജുകളൊക്കെ ഇറങ്ങിയിട്ട് ആൾക്കാരൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ രസമാണ്. നമുക്ക് നമ്മൾ ജീവിതത്തിൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ. പഴയ ആളുകളാണ്, ഒരുപാട് കഥകൾ ഇവർക്ക് പറയാനുണ്ടാവും, ഒരുപാട് ചരിത്രങ്ങള്. ട്രൈബൽസ് ആണല്ലോ. എൻ്റെ ജീവിതത്തിന് ഒരുപാട് അടിപൊളി മനോഹരമായിട്ടുള്ള കഥകൾ നമുക്ക് കേൾക്കാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ പ്രത്യേകം എന്താ വെച്ചാൽ നല്ല ആരോഗ്യമായിട്ട് എല്ലാ മനുഷ്യന്മാരും. കാരണം ഇവരെ നല്ല പണിയെടുക്കുന്ന ആളുകളാണ്. പശു വളർത്തലാണെങ്കിലും ഒക്കെ അടിപൊളി, കൃഷിയൊക്കെ ആണെങ്കിൽ നല്ല ആരോഗ്യ മനുഷ്യന്മാരാണ്. आपका कितना उम्र है? उम्र कितना है? 72 कितना 72 72 जी काट लिया है 72 72 72 വയസ്സായിട്ടാ മൂപ്പർക്ക് പറഞ്ഞേ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 72 വയസ്സുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാ. മൂപ്പർ ഇന്നും നടക്കണ്ട ആരോഗ്യം, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാട്ടാ. അതേപോലെ തന്നെ മുത്തശ്ശി അമ്മൂമ്മക്കും ഇതേമാതിരി വയസ്സുണ്ടാവും. നമ്മുടെ നാട്ടിലെ കാണാൻ ചോദിക്കള് ഇപ്പൊക്കെ എടുക്കണ കാരം. ഇവിടുത്തെ ആൾക്കാർ എത്ര വയസ്സുള്ളവരാണെങ്കിൽ നല്ല ആരോഗ്യമായിട്ട് ഇങ്ങനെ നടക്കണതാണ്. കൃഷിയും പശുവിനായിട്ടും ഒക്കെ ഇങ്ങനെ നടക്കും ആൾക്കാർ. അത്രക്കും ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ്, പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ പോവാണ് മൂപ്പരത്തുനിന്ന്. ഓക്കെ ടീക്കേ നല്ല മനുഷ്യനാണ് കേട്ടോ. ഒരുപാട് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു, കഥയൊക്കെ പറഞ്ഞു. മൂപ്പര് നൈസാണ്. ഇപ്പോൾ പറഞ്ഞ നമ്മളെ ഭാഷ മനസ്സിലാവില്ല, ഭാഷ മനസ്സിലാവും. ആ അച്ചായേ അച്ഛാ അടിയാ. അപ്പോൾ നിങ്ങളിങ്ങനെ പോയൊക്കെ അടുത്തങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പോയേക്കാം. ഓക്കെ ടീക്കേ ബൈ ബൈ ബൈ. ഇപ്പം നല്ല സന്തോഷമായി കേട്ടോ നമ്മളിങ്ങനെ വന്നു വർത്താനം പറഞ്ഞൊക്കെ. നോക്കി നിങ്ങൾ
ദിൽഷാ പപ്പായൊക്കെ നല്ല പൗത്ത പപ്പായ കേട്ടോ. നമ്മളോട് ചോദിച്ച് എടുത്തോന്ന് പറഞ്ഞ് നല്ല പൗപ്പുണ്ട്. പൂത്തുന്നല്ലേ വീട് ലക്ഷ്യമാക്കി പോകുന്നു. പപ്പായ എന്നിട്ട് കൈയൊക്കെ മണക്കണം കേട്ടോ. ഒന്ന് വെള്ളം കിട്ടോ പോയോക്കട്ടെ. ഇവിടെയുണ്ട് ഒരുപാട് പപ്പായ പൂത്തെടുക്കുന്നുണ്ട്. കയറി നോക്കട്ടെ. പപ്പായ ദീദിനോട് കർമ്മസര വെച്ച് ദീദി കയറിയ പറിച്ചു തരാം നമുക്ക്. അല്ലോ സീനാക്കണ്ടല്ലോ മച്ചു. ഈ ഒരു വീടിൻ്റെ അവസ്ഥ ആണ് കേട്ടോ. ഓരോ വീടും അടിപൊളി വേറെ വേറെ ഇങ്ങനെ. സെറ്റപ്പ് ഇട്ട ഒരു വീട്ടുകളായി. അത് അടിപൊളി നല്ല സെറ്റപ്പാക്കി ഉണ്ടാക്കി വെച്ചിരുന്നു അവർ. ഇപ്പോൾ എന്തോ വർക്കില്ല കേട്ടോ. പാപ്പൻ എന്തോ വർക്കില്ല. വണ്ടി വേലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ വീട് ഒരു ഇതാക്കി പോകുന്നു കേട്ടോ. മാറ്റമാണ്. ഓടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പണി നടക്കാണോ പണി ഒഴിവാക്കാണോ എന്നറിയില്ല. വീട് പൊളിക്കാണോ എന്നറിയില്ല. ഏതായാലും ഒക്കെ എടുത്ത് വെച്ചാണ് പുറത്തിട്ട് വെച്ചാണ്. ഇത് ഇവിടുത്തെ പ്രൈമറി സ്കൂളാട്ടോ. ബിജാവൂരിയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ബിജാവൂരി വില്ലേജ്. ബിജാവൂരി വില്ലേജിലത്തെ പ്രൈമറി സ്കൂൾ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളാണ്. നമുക്കിവിടെ ഫീൽഡ് വർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് ഈ സ്കൂൾ. ഇവിടുത്തെ ആകെ 22 കുട്ടികൾ മാത്രമാണ് ഈ ഒരു സ്കൂൾ പഠിക്കുന്നത് കേട്ടോ. വെറും 22. അത് നിലത്തി ഇരുന്നാണ്ട് ആണ് ഇവർ പായൊക്കെ വിരിച്ചാണ്ടാണ് ഇവിടെ. അത്ര സെറ്റപ്പുള്ളൂ. ബെഞ്ചോ ഡെസ്കോ ഒരു സംഭവം ഇല്ല ഇവിടെ. ആകെ 2 ടീച്ചർമാർ, പിന്നെ കുട്ടികൾ 22-23 കുട്ടികൾ നിലത്ത് പായ വിരിച്ചിരിക്കുന്നത്. അത്ര സെറ്റപ്പുള്ളൂ ഇവിടുത്തെ ഓരോ സ്കൂളും. തീരെ വികസിച്ചില്ല. ബാത്റൂം ആണെങ്കിലും ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ ഇത് പഞ്ചായത്ത് കേട്ടോ. ഇവിടുത്തെ പഞ്ചായത്താണ് ഈ കാണുന്നത്. ഇപ്പോഴും ഇവിടുത്തെ നമ്മളെ അടുത്ത പഞ്ചായത്തും ഇവിടുത്തെ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ ഇത് പഞ്ചായത്ത്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ട് കേട്ടോ. ഭക്ഷണം കൊടുക്കാറുണ്ട്. മിഡ് ഡേ മീൽ സ്കീം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാവും ഇവിടെ. എല്ലാ ഉള്ള കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്. അങ്ങനെ അത്ര സെറ്റപ്പുള്ളൂ. പ്രൈമറി സ്കൂളാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ. എന്നാലും കുഴപ്പമില്ല. ഒരു ട്രൈബൽ ഏരിയ നോക്കുമ്പോൾ സെറ്റപ്പാണ്. പിന്നെ കുട്ടികളുടെ ഫെസിലിറ്റീസ് ഇല്ല. ബെഞ്ചോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവമില്ല. നിലത്തിരുന്ന് പഠിക്കേണ്ട അവസ്ഥ. എന്താ അറിയില്ല ഇവിടത്തൊക്കെ ഈ സ്കൂളിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. തൊട്ടപ്പുറത്ത് ഹൈസ്കൂളുണ്ട്. ദാഹം കേട്ടോ. ഇവിടെ നല്ലൊരു കിണർ കാണുന്നുണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് കിണറുകളുണ്ട് കേട്ടോ. ആളുകൾക്ക് തന്നെ കിണറിൽ നിന്ന് വെള്ളം മുക്കിയാണ് ഇവിടെ അധികം വെള്ളം കൊണ്ടുവരുന്നത്. ഇവിടെ ഹലോ എന്ന് പറയുന്നുണ്ട് നമ്മളോട്. ഹായ് ഹായ് ഹായ്. ചെക്കന്മാർ വണ്ടി ഹലോ പറയുന്നുണ്ട്. ഹായ് വരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ കേട്ടാ കിണറിൽ. കേട്ടോ കിണറിൻ്റെ സെറ്റപ്പ്. ഒരു ചാച്ചനോട് കുളിക്കുന്നുണ്ട്. ഒരു തിരുമ്പാണ്ടോ. नर्मदे भैया। हाँ नर्मदे हो। ठीक है बढ़िया। बढ़िया है। हाँ हाँ बढ़िया। हाँ ठीक है। हाँ बहुत धन्यवाद। ठीक ठीक। ഇതാണ് ഇവിടുത്തെ ഹൈസ്കൂള്. ലാൽപ്പ് ബിജാവൂരി വില്ലേജിലെ ഹൈസ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഹൈസ്കൂളിൻ്റെ സെറ്റപ്പ് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫീൽഡ് വർക്കിനൊക്കെ പോയിട്ടുണ്ട്.
ഈ ഒരു സ്കൂളിൻ്റെ അവസ്ഥ തന്നെ കേട്ടോ. വെറും ഒരു 10-50 കുട്ടികളെ മാത്രമേ ഇവിടെ പഠിക്കണുള്ളൂ. നിലത്തിരുന്നിട്ടാണ് ഇവരും പഠിക്കുന്നതൊക്കെ. പായലിരുന്നോ നിലത്തിരുന്നിട്ടൊക്കെയാണ്. അത്ര സെറ്റപ്പുള്ളൂ കേട്ടോ ഇവിടുത്തെ സ്കൂളും കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട് മാറ്റത്തെ സ്കൂളോ ഒന്നുമല്ല, ബെഞ്ചോ ഡെസ്കോ ഒന്നുമില്ല. ആകെ 5-6 ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ പഠിപ്പിക്കാൻ. അത്ര സെറ്റപ്പുള്ളൂ ഇവിടെ ട്രൈബൽസിന്. കൂടിയിലാണ് കേട്ടോ തോന്നുന്നത് കണ്ടിട്ട്. ആ ഒരു സെറ്റപ്പ് ഉണ്ട്. എന്താ അറിയില്ല, നല്ല എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഭംഗിയും ബ്യൂട്ടിയും ഒക്കെ നിങ്ങൾ ഫുള്ള് വേലി കെട്ടിയാണ്ട് കേട്ടോ ഓരോ വീടുകൾ. വേലിയാണ് ഫുള്ള്, വേലിൻ്റെ അകത്തായിട്ടാണ് ഓരോ വീടുകളുള്ളത്. മക്കളിത് പറഞ്ഞാലേ നമ്മളെ പുല്ല് കട്ട് ചെയ്യണ സാധനം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ കണ്ടില്ലേ മതി, ഇതിങ്ങനെ പുല്ലിട്ടിട്ട് ഇതിൽ പുല്ലിടും. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ ഈ തൈ സാധനത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകണമെന്നതാണ് കേട്ടോ. എന്താണത് നമ്മൾ മില്ലൊക്കെ പൊടിക്കണ കാര്യം, മില്ലുണ്ടാവില്ല ഇങ്ങനെ ഇട്ടെടുക്കണം. ആ സെറ്റപ്പ് നോക്കണ്ടിട്ട് എല്ലാവരും നമ്മളെ എന്താ വിചാരിച്ച് നോക്കണ്ട. ചെക്കന്മാരൊക്കെ കുറേ നേരമായിട്ട് നോക്കണേ. കൈസാവൂ കൈത്താ മച്ചു നോ കഴിയുന്നില്ല. നാം ക്യാ ഹൈ? രാജ്കുമാർ. ആപ്? ശരത് കുമാർ. ഓ ബഡിയ അച്ഛ. 2 കുടുങ്ങാണികൾ കേട്ടോ. ബൈ ബൈ ബൈ. കാണൊരു കിണറാട്ടോ. പോയേക്കാം. ഇവിടെ ഏകദേശം എല്ലാ സ്ഥലത്തും കിണറുകളുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ ഓരോ പാടവരമ്പത്തും ഓരോ കിണറുകളുണ്ട്. വെള്ളമുണ്ട്, മീനൊക്കെ ഉണ്ട് കേട്ടോ വഴിയിൽ. മക്കളെ നമ്മൾ അടുത്ത ലൊക്കേഷന് തൊട്ടടുത്തുള്ള ഹനുമാൻ നല്ലൊരു വ്യൂ പോയിന്റ് പോയേക്കാം. കാഴ്ചകൾ കണ്ടല്ലേ.